നമുക്കിന്ന് ഫിസിക്സിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് കടക്കാം. അതാണ് തരംഗചലനം. മറ്റ് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നന്നായി ക്ലിയറായി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, എന്നിട്ട് വേണം ഈ അടുത്ത പോർഷനിലേക്ക് കിടക്കാൻ. എങ്കിൽ എന്താണെന്ന് നോക്കാം. തരംഗചലനം. ഓക്കെ, രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ഗതാഗതം കൂടാതെ മാധ്യമത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഊർജവും ആവേഗവും കൈമാറ്റം ചെയ്യുന്നതാണ് തരംഗചലനം. തരംഗങ്ങൾ പലതരമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാന്തിക തരംഗം, വികിരണം, ദ്രവ്യ തരംഗം, മെക്കാനിക്കൽ തരംഗം. ഇനി അവ ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ഓക്കെ, കാന്തിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമില്ല സഞ്ചരിക്കാൻ. അതുപോലെ എല്ലാ കാന്തിക തരംഗങ്ങളും പ്രകാശത്തിൻ്റെ അതേ വേഗതയിൽ തന്നെ ശൂന്യതയിലൂടെയും സഞ്ചരിക്കും. പിന്നെ കാന്തിക തരംഗങ്ങൾ ഏതൊക്കെയാണ്? വിസിബിൾ ലൈറ്റ്, UV ലൈറ്റ്, റേഡിയോ വേവ്, മൈക്രോവേവ്, എക്സ്റേസ്. ഇതൊക്കെ കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ? നമ്മൾ കുറച്ച് വേവ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. റേഡിയോ വേവാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. പിന്നെ അങ്ങനെ ഓരോ കണ്ടോ, റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ്, ദെൻ ലാസ്റ്റത്തെയാണ് ഗാമ റേസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ദ്രവ്യതരംഗം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഓരോ ചലിക്കുന്ന കണവുമായും ഒരു തരംഗം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ ദ്രവ്യതരംഗം എന്ന് പറയുന്നു. ഒരു തരംഗം വിവരമോ ഇത് ഊർജമോ അതിനകത്ത് ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അവ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് മറ്റൊന്നിലേക്ക് സിഗ്നലുകളുടെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? രൂപത്തിൽ കൊണ്ടുപോകുന്നു. എന്നിരുന്നാലും മൂർദ്ധമായ ഒന്നും അതിനൊപ്പം സഞ്ചരിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ദ്രവ്യതരംഗങ്ങളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, ദ്രവ്യതരംഗങ്ങൾക്ക് വൈദ്യുതകാന്തിക ഗുണങ്ങളില്ല. അതുപോലെ ഡി ബ്രോഗ്ലി തരംഗങ്ങളിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നിർമ്മിക്കപ്പെടും. അടുത്ത പോയിന്റ് നോക്കി, ബഹിരാകാശ സമയത്ത് ഒരു കണികയെ കണ്ടെത്താനുള്ള സാധ്യതയെ ഒരു ദ്രവ്യതരംഗം പ്രതിനിധീകരിക്കുന്നു. അടുത്ത നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഒരു മെറ്റാലിക് ഘടകത്തിൻ്റെ ചാർജ് ദ്രവ്യതരംഗങ്ങളെ ബാധിക്കുന്നില്ല. അതുപോലെ ദ്രവ്യതരംഗങ്ങൾ ശൂന്യതയിൽ ഉടനീളം സഞ്ചരിക്കുമെങ്കിലും അവ മെക്കാനിക്കൽ തരംഗങ്ങളല്ല. ഘട്ടപ്രവേഗം പ്രകാശപ്രവേഗത്തേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ തരംഗചലനമാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതാണ് വൈദ്യുതകാന്തിക തരംഗം അല്ലേ, അത് പഠിച്ചു. അതുപോലെ പിന്നെ ദ്രവ്യതരംഗം എന്ന് പറഞ്ഞാൽ ദ്രവ്യം എന്താ? മാറ്റർ അല്ലേ, അത് തന്നെ പ്രത്യേകം എടുത്ത് പറയാത്ത കേട്ടോ. ദ്രവ്യതരംഗം മാറ്റർ വേവ് ആണ്, അത് പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ തരംഗത്തെ പറ്റി പഠിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ഉഷാറായി തന്നെ പഠിക്കണം. നമുക്ക് HSA ഫിസിക്കൽ സയൻസ് നേടിയെടുത്തേ പറ്റൂ. ദെൻ താങ്ക് യു.